നമസ്കാരം. തലസ്ഥാനത്ത് ലഹരി മാഫിയ സംഘങ്ങൾ തമ്പടിച്ചിരിക്കുകയാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. ഓപ്പറേഷൻ തൂഫാനിലൂടെ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ശക്തമായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നതും അവരുടെ മുഖം പുറത്തു കൊണ്ടുവരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. സത്യത്തിൽ ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾ കേരളത്തെ ഈ പറയുന്നത് പോലെ ഇരകളാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ വലിയൊരു ഞെട്ടലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു വാർത്തയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതായത് കുട്ടികൾക്ക് മാതൃകയാകേണ്ടുന്ന കുട്ടികളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മണിക്കൂറുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ തന്നെ ലഹരി മാഫിയ സംഘങ്ങളുടെ തലവന്മാരായിട്ട് പ്രവർത്തിക്കുന്ന രീതി. ടീച്ചറായിട്ടുള്ള കീർത്തനയും മറ്റ് 3 സ്ത്രീകളും ചേർന്ന് നടത്തിയിട്ടുള്ള ലഹരി മാഫിയ ബന്ധങ്ങൾ അതിന്റെ ചുരുളഴിയുമ്പോൾ കേരളം ഒന്നടങ്കം ഞെട്ടിയതാണ്. കാരണം അത്തരമൊരു ആളുകളിൽ നിന്ന് ഇങ്ങനൊരു ബിഹേവിയർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെ. എന്നാൽ ഇപ്പോൾ സമാന രീതിയിൽ അധികമാരും ശ്രദ്ധിക്കാത്ത പക്ഷേ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള മറ്റൊരു സംഭവം നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്തുള്ള ചില ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ കുടുംബം തന്നെയാണ് ലഹരി വസ്തുക്കൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒരുപാട് കാലമായി പോലീസിനെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ഇക്കൂട്ടർ എന്നുള്ളതാണ് വിവരം. ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇപ്പോൾ ഇത്തരത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. 8 വയസ്സുകാരിയെ എപ്പോഴും രാത്രികാലങ്ങളിലൊക്കെ കൂടെ കൊണ്ടു നടന്നായിരുന്നു ഇവർ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരു തുണിക്കടയുണ്ട്. ആ തുണിക്കടയുടെ മറവിൽ കൂടെയായിരുന്നു ലഹരി കച്ചവടം എന്നുള്ളതാണ് വിവരം. പലപ്പോഴും എക്സൈസിന്റെയും ഒക്കെ മുന്നിൽ ഇവർ എത്തിപ്പെടാറുണ്ടായിരുന്നു എങ്കിൽ പോലും അവർ ഒരു തുണി കടയുടെ ഓണറാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളാണ് എന്ന് പോലീസിനെ മനസ്സിലാക്കിക്കുകയും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയുമായിരുന്നു. അത് മുഖാന്തരമാണ് ലഹരി വസ്തുക്കൾ ഇവർ കടത്തിക്കൊണ്ടുവന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പിടിക്കപ്പെടുന്ന സമയത്ത് ആ 8 വയസ്സുകാരി ഉപയോഗിച്ച് വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് ആ 8 വയസ്സുകാരിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മാതാപിതാക്കൾ ലഹരി കച്ചവടം നടത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പ്രവർത്തിക്കുന്ന തുണിക്കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന ലഹരി കച്ചവടമാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ നിർണായകമായ കണ്ടെത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. MDMA കടത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അമ്മയും മകനും പെൺ സുഹൃത്തും ഉൾപ്പെടെ 4ഓളം പേര് അറസ്റ്റിലായിട്ടുള്ളത്. എക്സൈസ് നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇത്തരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. 125 ഗ്രാം MDMAയുമായിരുന്നു ഈ കൂട്ടർ ഈ കൂട്ടർ യാത്ര ചെയ്തിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 8 വയസ്സുള്ള പെൺകുട്ടിയെയും ലഹരി കടത്തിനായി ഇവർ ഉപയോഗിച്ചു എന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടാണ് നെയ്യാറ്റിൻകരയിലെ ആറാലമൂട്ടിൽ വെച്ച് പുലർച്ചെ കഴിഞ്ഞ ദിവസം പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയിലാണ് നെയ്യാറ്റിൻകര സ്വദേശികളായിട്ടുള്ള ഈ 4 പേർ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ഈഞ്ചക്കൽ സ്വദേശികളായിട്ടുള്ള കിരൺ, അമ്മ ബീന, കിരണിന്റെ സുഹൃത്തായിട്ടുള്ള സന്ധ്യ, അക്ഷയ് എന്നിവരാണ് സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇവരിൽ നിന്ന് 125 ഗ്രാമോളം MDMA ആണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇവർ ഇത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. ബാംഗ്ലൂരുവിൽ നിന്ന് കാറിൽ തലസ്ഥാനത്തേക്ക് MDMA കടത്തിക്കൊണ്ടുവരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അറസ്റ്റ് അപ്രതീക്ഷിതമായിട്ടുള്ള പിടിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത്. പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണു വെട്ടിക്കാൻ കിരണിന്റെ 8 വയസ്സുള്ള മകളെയാണ് ഇവർ എപ്പോഴും യാത്രയിൽ ഒപ്പം കൂട്ടിയിരുന്നത് എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് വ്യക്തമാക്കുന്നത്. കുട്ടിയെ സുരക്ഷിതമായി ബന്ധുക്കളെ ഏൽപ്പിച്ചു എന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ ഒരു അന്വേഷണം പരിശോധന ശക്തമാക്കിയത്. കുറച്ചു നാളായി ഇവർ സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു, നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു പരിശോധന നടത്തിയത്. ഈഞ്ചക്കൽ കേന്ദ്രീകരിച്ച് ഹോം ഗാർമെന്റ്സ് എന്ന പേരിൽ തുണിക്കച്ചവടം നടത്തി വരികയായിരുന്നു ഇവർ. ഇതിന്റെ മറവിലാണ് ഇവർ ലഹരി വിൽപ്പന നടത്തിയതെന്നാണ് വിവരം. പ്രതികൾക്ക് ബാംഗ്ലൂരുവിലെ ലഹരി മാഫിയയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നും എക്സൈസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തുണിക്കച്ചവടമാണ് എന്ന് തോന്നിക്കുന്ന നിലയിലാണ് ബാംഗ്ലൂരുവിൽ നിന്ന് ഇവർ വസ്ത്രങ്ങൾ നിറച്ച സഞ്ചികളുമായിട്ട് വാഹനത്തിൽ വരുന്നത്.
ആ വാഹനത്തിലാണ് ഈ പറയുന്ന ലഹരി വസ്തുക്കളും ഉണ്ടായിരുന്നതെന്നാണ് എക്സൈസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സ്റ്റീരിയോ സിസ്റ്റത്തിനുള്ളിലാണ് MDMA ഇവർ ഒളിപ്പിച്ചിരുന്നതെന്നാണ് വിവരം. സംശയം തോന്നാതിരിക്കാൻ കിരണിന്റെ വനിതാ സുഹൃത്ത് തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള സന്ധ്യ എന്ന് പറയുന്ന 18 വയസ്സുകാരിയും എപ്പോഴും കൂടെ ഉണ്ടാകാറുണ്ട്. 8 വയസ്സുള്ള മകളും ഒപ്പം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മകളെയും ഇവർ ഇരകളാക്കി എന്നുള്ളതാണ്, കേരിയർ ആക്കി മാറ്റി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. 2 വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞാണ് ഇയാൾ താമസിച്ചു വരുന്നത്. മകൾ കിരണിനൊപ്പമാണ് താമസിക്കുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ കുട്ടിയെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഏൽപ്പിച്ചു എന്നാണ് വിവരമെങ്കിൽ പോലും കുട്ടികളുടെ സുരക്ഷിതത്വം മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു സമയം കൂടെയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കേസാണിത്. കിരണിന്റെ അമ്മ ബീനയുടെ ഫോൺ വഴിയാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. എന്തായാലും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ടും വ്യക്തമാകുന്നത് ഈ പറയുന്നത് പോലെ സ്ത്രീകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരം ലഹരി മാഫിയ സംഘങ്ങളുടെ കാരിയേഴ്സ് ആയിട്ട് സ്ത്രീകളെയാണ് മുൻപന്തിയിലേക്ക് ഇറക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ വ്യക്തമാകുന്നത്. അതായത് സ്ത്രീകളാകുമ്പോൾ അവരെ സംശയിക്കുന്ന സാധ്യത കുറവാണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണ് പല ലഹരി മാഫിയ സംഘങ്ങളും ഇത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. അധ്യാപികമാർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇത്തരം ഒരു മേഖലയിലേക്ക് തിരിയില്ല എന്നുള്ള ഒരു ഉറപ്പ് സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് കേന്ദ്രീകരിച്ച ഇത്തരം ലഹരി മാഫിയ സംഘങ്ങൾ പ്രവർത്തിച്ചത്. അതിൽ പ്രധാനമായിട്ടുമുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ലഹരി മാഫിയ സംഘങ്ങളിലെ പല ആളുകളും ഡിവോഴ്സുകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് അറസ്റ്റിലാകപ്പെട്ട കിരണിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വടകര MDMA കേസുമായി അറസ്റ്റിലാക്കപ്പെട്ട 3 അധ്യാപികമാരെയൊക്കെ എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ ഡിവോഴ്സുകളാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ നെയ്യാറ്റിൻകരയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മാതാവും അതിന് കൂട്ടുനിന്നു, അതിനൊരു കാരിയർ ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എന്തായാലും തലസ്ഥാനം കേന്ദ്രീകരിച്ചും നിരവധി പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നിലവിൽ ഈ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള അന്വേഷണങ്ങളും പ്രത്യേക പദ്ധതികളും ഒക്കെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വിവരം. ഓപ്പറേഷൻ തണ്ടർ ആണെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ ആണെങ്കിലും രണ്ടും ശക്തമായിട്ടുള്ള നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ആളുകളാണ് ഇത്തരം ലഹരി മാഫിയ സംഘങ്ങളായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഒരു വശത്ത് അധ്യാപികമാരാണെങ്കിൽ മറുവശത്ത് ഈ പറയുന്നത് പോലെ ഒരു കുടുംബത്തോടെ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളതൊക്കെയാണ്. പെട്ടെന്ന് പണം സമ്പാദിക്കാം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇത്തരക്കാർക്ക് പ്രധാനമായിട്ടും ഉള്ളത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നെയ്യാറ്റിൻകരയിലെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് വെറും 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് കൃത്യമായിട്ടൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റുന്ന ഒരു പക്വതയോ ആ ഒരു സ്റ്റേജിലോ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അച്ഛനൊപ്പം മാത്രം താമസിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയും അച്ഛനും വേർപിരിഞ്ഞ് താമസിക്കുന്നു. അച്ഛനൊപ്പം താമസിക്കാൻ ആ കുഞ്ഞ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആ അച്ഛനൊപ്പം കുഞ്ഞ് ജീവിക്കുമ്പോൾ അവളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിതാവ് തന്നെ ഇത്തരം ലഹരി മാഫിയ സംഘങ്ങളുടെ പിറകെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്തായാലും കുട്ടിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ സർക്കാർ എടുക്കും എന്നുള്ളത് നിലവിൽ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതേ സമയത്ത് സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശക്തമായിട്ടുള്ള തിരച്ചിലുകളും പരിശോധനകളും നിലവിൽ നടത്തി വരുന്നുണ്ട്. പ്രധാനമായിട്ടും തലസ്ഥാനം കേന്ദ്രീകരിച്ചാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് ഫുഡ് ഡെലിവറി സിസ്റ്റം ഉണ്ട്. അത്തരത്തിലുള്ളവർ, ഊബറുകാർ, അവരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് സാധാരണഗതിയിൽ നടത്തി വരുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ ഇത്തരക്കാരെയാണ് പ്രധാനമായിട്ടും സ്ക്വാഡ് പരിശോധിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു ഹോസ്പിറ്റൽ കേസിൽ പോകുന്ന ആളുകളാണെങ്കിൽ പോലും അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തി പരിശോധിക്കേണ്ടെന്ന അവസ്ഥയിലേക്കാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള അന്വേഷണം നെയ്യാറ്റിൻകര വിഷയത്തിൽ ഇപ്പോൾ തുടരുകയാണ് എന്നും ഈ പറയുന്ന ഒരു കുടുംബക്കാർ അല്ലെങ്കിൽ ഈ 4 പേർ എന്നതിനേക്കാൾ ഉപരി ഇതിന് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.